ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷ വൈബ്സ്. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഹോട്ടൽ സ്റ്റൈൽ ടേസ്റ്റ് കിട്ടുന്ന ഒരു ബോൺലെസ് ബിരിയാണിയുടെ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോ കാണാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഗ്രേവി സെറ്റാക്കി എടുക്കണം. ഗ്രേവി സെറ്റാക്കാൻ വേണ്ടിയിട്ട് ബോൺലെസ് ചിക്കൻ തന്നെ പറഞ്ഞു വാങ്ങണം കേട്ടോ കടയിൽ നിന്ന്. പിന്നെ അതിനാവശ്യമുള്ള പൊടികൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്, പിന്നെ കോൺഫ്ലോറും കൂടി ചേർത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇതിൽ ചേർക്കണം. ഞാൻ ചില്ലി പൗഡറും കാശ്മീരി ചില്ലിയും കൂടി ഒന്നിച്ച് പൊടിച്ചു വെക്കുന്നത് കൊണ്ടാണ് ഞാൻ ഒന്നിച്ചിട്ടത് കേട്ടോ. ഇനി ഇതെല്ലാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം. കോൺഫ്ലോർ മസ്റ്റ് ആണ്, എന്നാലേ അതിൻ്റെതായ ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ നമ്മൾക്ക്. അപ്പോൾ അതിന് ഞാൻ എല്ലാം മിക്സ് ചെയ്ത് റെഡിയാക്കി സെറ്റാക്കി വെച്ചു. അപ്പൊ ഇത് കുറച്ച് സമയം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ കൂടി വെക്കേണ്ടതാണ്. കുറച്ച് ലെമണും കൂടി പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഒരു 15 ആയിക്കോട്ടെ, ഒരു അരമണിക്കൂറും കൂടി വെക്കാം, കുഴപ്പമില്ല. ഇനി നമുക്ക് റൈസിന്റെ പരിപാടി നോക്കാം. അതിനായിട്ട് ഞാൻ ഇന്ത്യ ഗേറ്റിന്റെ ബാസ്മതി റൈസ് ആണ് എടുക്കുന്നത്. ബാസ്മതി റൈസ് ആണ് ഇതിന് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അപ്പൊ ഞാൻ 4 ഗ്ലാസ് റൈസ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് നല്ല പോലെ കഴുകി കുതിർത്ത് വെക്കണം. അപ്പൊ നല്ല മണാണ് ഈ അരി, നല്ല അരിയാണ്, നല്ല ക്വാളിറ്റി ഉള്ള അരിയാണ്. അപ്പൊ ഇനി ഇതൊരു അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വെക്കാം. അപ്പൊ അതും അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഗ്രേവിക്കുള്ള പരിപാടികൾ നോക്കാം. അപ്പൊ അതിനായിട്ട് ഞാൻ റീഫൈൻഡ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ മിക്സ് ചെയ്ത് വെച്ച ചിക്കനൊക്കെ നമുക്ക് എന്താ പറയാ, ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഷാലോ ഫ്രൈ ആയിട്ട് ചെയ്താൽ മതി. എണ്ണയിൽ അങ്ങ് മുങ്ങി പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇത് വേഗം വേവുന്നതാണ്. ബോൺലെസ് ചിക്കൻ അല്ലേ, പിന്നെ എല്ലൊന്നും ഇല്ലാത്ത ചിക്കൻ അല്ലേ, അപ്പൊ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഏകദേശം ഒരു 80% ഇതിൽ നിന്ന് തന്നെ വെന്ത് കിട്ടും നമുക്ക്. ബാക്കി പിന്നെ നമുക്ക് ഗ്രേവിയിലോട്ടേക്ക് ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. ഇനി എല്ലാം മറ്റൊരു പാത്രത്തിലോട്ടേക്ക് നമുക്ക് കോരിയെടുത്ത് വെക്കാം. അങ്ങനെ ചിക്കൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വറുത്ത എണ്ണയിലോട്ടേക്ക് തന്നെ ഞാൻ പച്ചമുളക്, പിന്നെ ഇങ്ങനെ ചോപ്പ് ചെയ്ത ഗാർലിക്, വെളുത്തുള്ളി, അതും കൂടി നല്ലപോലെ മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഉള്ളി, ഒരു 3 മീഡിയം സൈസ് ഉള്ളിയാണ് ഇത്, ഇങ്ങനെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്. അപ്പൊ അതും കൂടി ഈ എണ്ണയിലേക്ക് തന്നെ ഇട്ടിട്ട് നല്ലപോലെ എന്താ പറയാ, നല്ല ബ്രൗൺ കളറാക്കി എടുക്കുക. അപ്പൊ അതാവുന്ന സമയം കൊണ്ട് നമുക്ക് തക്കാളിയുടെ ആവശ്യമുണ്ട്. അപ്പൊ ഈ 3 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ മിക്സിയിൽ അടിച്ചിട്ട് കൊണ്ടുവരണം. ഇതിന്റെ പിന്നെ എന്താ പറയാ, ജ്യൂസാണ് നമ്മൾ എടുക്കുന്നത്. അതിലോട്ടേക്ക് തന്നെ മുളക് പൊടിയും കൂടി ചേർത്താല് നല്ല കളർ ഉണ്ടാവും ഗ്രേവിക്ക്. അപ്പൊ മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. ശേഷം ഇതിലോട്ടേക്ക് ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ കുറച്ചും കൂടി മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ എരിവ് കുറച്ച് അത്യാവശ്യമാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. അതിനുശേഷം ഗരം മസാലപ്പൊടിയും ചിക്കൻ മസാലപ്പൊടിയും രണ്ടും കൂടിയാണിത്, അതും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒക്കെ പച്ചമണം ഒന്ന് മാറിക്കിട്ടണമല്ലോ. തക്കാളിയൊക്കെ ജ്യൂസ് പോലെ നമ്മൾ ചേർത്ത് കൊടുത്തതല്ലേ, അപ്പൊ അതിന്റെയൊക്കെ പച്ചമണം ഒന്ന് മാറണം, പൊടിയുടെയും പച്ചമണമൊക്കെ മാറണം. പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂണ് കേട്, പുളിയില്ലാത്ത കേട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാം കൂടി നല്ല പോലെ ഫൈനായിട്ട് നല്ല ജ്യൂസി ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതിലോട്ടേക്ക് ഈ ഫ്രൈ ചെയ്ത ചിക്കനും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ല പോലെ നല്ല അടിപൊളിയായിട്ട് നല്ല പോലെ മിക്സ് ചെയ്യണം കേട്ടോ. നല്ല പോലെ മിക്സ് ചെയ്യണം. ഈ ഗ്രേവിയും ചിക്കനും കൂടി നല്ല സെറ്റ് ആകണം. ഇനി ഇതിലോട്ടേക്ക് തന്നെ ഞാൻ എന്താ പറയാ, ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ചേർത്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സംഭവം നല്ല ടേസ്റ്റ് ആണ്. ചിക്കന്റെ കൂടെ ഇതും കൂടി വെന്ത് വരുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, നമ്മള് ചിക്കൻ കറിക്കൊക്കെ ചിലവർ ചേർക്കുമല്ലോ. ഇനി എന്താ അവിടെ നിന്ന് വേവട്ടെ. ഇനി റൈസിനുള്ള പരിപാടി നമുക്ക് നോക്കാം. അപ്പൊ അതിനായിട്ട് ഞാൻ റീഫൈൻഡ് ഓയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ടേക്ക് ദ ഹോൾ സ്പൈസസ്, എല്ലാ സ്പൈസസും കൂടി ഇട്ട് കൊടുക്കുക. ഏലക്കായി മസ്റ്റ് ആണ്. ഇനി 2 ഉള്ളിയും പിന്നെ പച്ചമുളകും ചേർത്തിട്ട്
ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടതാണ്. ഇപ്പൊ തക്കാളി ഉള്ളിയൊന്നും ഇങ്ങനെ കാണരുത്, ഇതുപോലെ ക്രഷ് ചെയ്തിട്ട് വേണം ഇതിലോട്ടേക്ക് ചേർക്കാൻ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഈ തക്കാളി 3 തക്കാളിയാണ് ഇത്, അതും നമ്മൾ അരച്ചിട്ട് തന്നെ ചേർക്കണം, ജ്യൂസായിട്ട് തന്നെ ചേർക്കണം. അപ്പൊ അതും ഒന്ന് ഇതിലോട്ടേക്ക് ചേർത്തിട്ട് നല്ല പോലെ വഴറ്റി കൊടുക്കുക. നല്ല പോലെ വഴറ്റണം, എണ്ണ മേലെ തെളിഞ്ഞു വരുന്നവരെ വഴറ്റണം. പിന്നെ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതിന്റെയും പച്ചമണക്കം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. വീണ്ടും ഒരു 3 സ്പൂണ് കേട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അതും പുളിയൊന്നും പാടില്ല, കട്ടിയുള്ള തൈരായിരിക്കണം. അതും കൂടി ഇതിലോട്ടേക്ക് നല്ല പോലെ മിക്സ് ചെയ്യുക, എല്ലാം നല്ല പോലെ മിക്സ് ചെയ്യണം. പിന്നെ ഗ്രേവിക്ക് ഉപ്പിട്ടില്ലായിരുന്നു, ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റൈസിന്റെ പരിപാടി നോക്കാം. അതിനായിട്ട് ഞാൻ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം, അതിലോട്ടേക്ക് ഉപ്പ് ഏലക്കായി ഇട്ട് കൊടുത്തു. പിന്നെ സോക്ക് ചെയ്ത് വെച്ച അരിയും കൂടി ഇതിലോട്ടേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 70% മാത്രമേ ഇതിൽ വേകാൻ പാടുള്ളൂ, ബാക്കി നമുക്ക് ദമ്മാക്കിയിട്ട് വേവിക്കാനുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് വാർക്കാം. പിന്നെ അപ്പോഴത്തേക്ക് ഗ്രേവി ഒക്കെ റെഡി ആയിട്ടുണ്ട്, എല്ലാം വെന്ത് വന്നിട്ടുണ്ട്, ഉരുളക്കിഴങ്ങൊക്കെ. പിന്നെ മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്തു, അതും സെറ്റായി. പിന്നെ റൈസ് ഇനി ഒരു 30% വേവാനുണ്ടല്ലോ, അപ്പൊ അതിന് വേണ്ടി ആവശ്യത്തിന് മാത്രം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വാർത്തിട്ടുള്ള ഈ ചോറൊക്കെ അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഫുൾ വേവിക്കരുത്, ഫുൾ വേവിച്ചാല് പിന്നെ നമ്മൾ ദമ്മാക്കുമ്പം വീണ്ടും ഇതിൽ വേവുമ്പോൾ എല്ലാം വെന്തു കുഴഞ്ഞു പോവും. അപ്പൊ ബാസ്മതി റൈസ് നമ്മൾ ഇങ്ങനെ നീളമുള്ള അരിയാണല്ലോ, അപ്പൊ അതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാണ്ട്. ഈ അരി പൊട്ടിപ്പോയാൽ അതിൻ്റെതായ ഒരു ടേസ്റ്റും പെർഫെക്ഷനും ബിരിയാണിക്ക് കിട്ടൂല കേട്ടോ. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. നമ്മൾ ഒരുപാട് അങ്ങ് തിളയ്ക്കുന്ന വെള്ളത്തിലിട്ട് വേവിച്ച് എടുക്കരുത്. പകുതി മീൻസ് 70% അതിൽ വേകാൻ പാടുള്ളൂ, ബാക്കി 30% ദമ്മാക്കുമ്പോൾ മാത്രമേ വേവിക്കാൻ പാടുള്ളൂ. ഇനി ഈ മസാല ഇട്ട് ഈ ചോറൊക്കെ അങ്ങ് മിക്സ് ചെയ്യുക. ഈ ചൂടോടെ തന്നെ മിക്സ് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് ദമ്മാക്കുമ്പോൾ പെട്ടെന്ന് ഒരു 15 മിനിറ്റിൽ തന്നെ വെന്ത് കിട്ടും. അപ്പൊ എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ എല്ലാം ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ മല്ലി ഇലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. ഇനി എല്ലാം ഇങ്ങനെ തട്ടിക്കൂട്ടി വെക്കുക. നമുക്ക് ദമ്മാക്കാനുള്ളതല്ലേ, എന്നാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ആ ചൂടോടെ തന്നെ എല്ലാം തട്ടിക്കൂട്ടി ഇങ്ങനെ വെക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഗ്രേവിയും കൂടി അതിലോട്ടേക്ക്, ചിക്കൻ ഗ്രേവിയും കൂടി ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക. ഇങ്ങനെയാണ് സംഭവം. ബോൺലെസ് ചിക്കൻ ബിരിയാണി ഇങ്ങനെയാണ് തയ്യാറാക്കുന്നത്. അപ്പൊ മേലെ ഇത് വെച്ചു കൊടുക്കുക. ഇനി നമ്മൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഓപ്ഷണൽ ആണ്, ഈ സവാള ഇങ്ങനെ കൊത്തിയരിഞ്ഞിട്ടുള്ളത് മേലെ ഇട്ട് കൊടുത്താൽ ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഏകദേശം ദമ്മാക്കാൻ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ദമ്മാക്കണം. ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലും കൂടി വെച്ചിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് അങ്ങനെ തന്നെ സെറ്റാക്കി വെക്കുക. അപ്പോൾ അങ്ങനെ എൻ്റെ ബോൺലെസ് ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഇതൊക്കെ. അപ്പൊ ഈ ചിക്കന്റെ ഗ്രേവിയിൽ ഈ ചോറ് ഇങ്ങനെ കൂട്ടിക്കുഴച്ച് കഴിക്കുക, അതാണ് ഇതിന്റെ ഒരു സിസ്റ്റം കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ റൈസ് ഉണ്ടാക്കുമ്പോൾ മസാലകൾ കുറച്ച് ചേർക്കുന്നുള്ളൂ അല്ലേ. ബാക്കി ഈ ചിക്കനിലെ ഗ്രേവി ഉണ്ടല്ലോ, അതിലും കൂടി മിക്സ് ചെയ്തിട്ട്, ഈ ചോറിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് ഇത് കഴിക്കുക. നല്ല ചൂട് ആവി പറക്കുന്ന നല്ല ബോൺലെസ് ചിക്കൻ ബിരിയാണി. ശരിക്കും പറഞ്ഞാൽ വളരെ സിമ്പിൾ അല്ലേ. നമ്മൾ വേഗത്തിൽ നമുക്ക് എല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ഈ റെസിപ്പി തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ അതിന് നമ്മൾ സലാഡും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ തീർച്ചയായും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. എപ്പോഴും നമ്മൾ ഒരേ സ്റ്റൈല് ബിരിയാണി ഉണ്ടാക്കാതെ ഇങ്ങനെ വെറൈറ്റി ആയിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാലോ. നല്ല ടേസ്റ്റ് അല്ലേ, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നല്ല വീഡിയോയുമായി കാണാം. ബൈ.